അപ്പോൾ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യുന്നതിന് ഏറ്റവും നല്ല സ്ഥലം കേരളമാണ്. അപ്പോൾ ഇന്ന് ഈ മധ്യപ്രദേശിൽ സംസാരിച്ച ആ സുഹൃത്ത് പറഞ്ഞത്, കേരളം ഇപ്പോൾ ഇങ്ങനെയാണോ? അതായത് നമ്മുടെ നാട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇതൊരു വലിയ ഭീഷണിയാണല്ലോ കേരളം എല്ലാവർക്കും എന്ന്. അപ്പോൾ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഒരു സംസ്കാരത്തിനും അവിടുത്തെ ചില മറ്റ് നടപടികൾക്കും നിയമവാഴ്ചയ്ക്കുമൊക്കെ തന്നെ ഭീഷണിയാണോ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു കല്യാണത്തെ നമുക്ക് കാണാൻ പറ്റുക. ഇനി മൂന്നാമതൊരു ഒരു ഉത്തരം, എന്തിന് കേരളം തിരഞ്ഞെടുത്തു എന്നുള്ളതിന്, കേരളത്തിൽ നമ്മുടെ ഇവിടുത്തെ ആരോഗ്യമന്ത്രി തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലൊരു 15% ആൾക്കാർ മാനസിക രോഗികളാണെന്നുള്ളത്. അപ്പോൾ 15% ആളുകൾ ഇവിടെ മാനസിക രോഗികളാണ്. പല വിധത്തിലുള്ള മാനസിക രോഗങ്ങളുണ്ട്. അപ്പോൾ അതിനെ ചികിത്സിക്കാനുള്ള, അത്രയും പേരെ ചികിത്സിക്കാനുള്ള സംവിധാനമൊന്നും കേരളത്തിലില്ല.